9ാം ക്ലാസ്സിലെ പ്രിസംസ് എന്ന ചാപ്റ്ററാണ് സ്തംഭങ്ങൾ എന്നുള്ളതിൽ പേജ് നമ്പർ 200 മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്. There is a hexagonal pit in the school ground to collect rainwater. Each side of the hexagon 2 meter and depth of the pit is 3 meter. It now contain water 1 meter deep. How much water it contain it എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം വോളിയം തന്നെയാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് വോളിയം ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ബേസ് ഏരിയ കാണാൻ ഹെക്സഗണിൻ്റെ ആകൃതിയാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹെക്സഗണിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ഹെക്സഗണിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഒരു ഇക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ട് ഇൻറ്റു 6 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 6 ഇൻറ്റു √3/4 a² ആണ്. അപ്പോൾ എ എന്ന് പറയുന്നതിൽ 2 മീറ്ററിനും ഹൈറ്റ് അതായത് 1 മീറ്ററിനാണ് എന്തുള്ളത് വെള്ളമുള്ളത്. അപ്പോൾ നമ്മൾ 1 മീറ്റർ എടുക്കുക കേട്ടോ. അപ്പോൾ 6 ഇൻറ്റു √3/4 a² എൻ്റെ ഇവിടെ A2 ആണ് 2². 6 ഇൻറ്റു √3/4 2². 2 ഇൻറ്റു 2 4. ഈ 4 നമുക്ക് ക്യാൻസലാക്കാൻ പറ്റും. 6√3. അതായത് ബേസ് ഏരിയ നമുക്ക് 6√3 കിട്ടി. ഇനി ഇൻറ്റു ഹൈറ്റ് 1 മീറ്റർ ആണ് അല്ലേ. വോളിയം 6√3 ഇൻറ്റു 1 1 ഇൻറ്റു 6 6√3. ഇനി അത്രയും മീറ്റർ ക്യൂബ്. നമുക്കിതിനെ ലിറ്ററിലേക്ക് മാറ്റണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം √3യുടെ വാല്യൂ എടുത്ത് 6നെ ഇൻറ്റു ചെയ്യാം. 6 ഇൻറ്റു 0.732 നമുക്ക് ഇപ്പോൾ 1 2 3 സ്ഥാനം നിൽക്കണം. 1 2 3 ഇത്രയും എന്ത് കിട്ടും മീറ്റർ ക്യൂബ്. ഇതിന് നമുക്ക് ലിറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? ഇതിനെ ഇൻറ്റു 1000 ചെയ്യണം അല്ലേ. 10 9 2 ഇൻറ്റു 1000. അപ്പോൾ ഇപ്പോൾ എത്ര സ്ഥാനം നിൽക്കണം? 1 2 3 അല്ലേ. 3 സ്ഥാനം നിൽക്കണം ഇവിടെ നിങ്ങളുടെ. അപ്പോൾ ഇവിടെ വരും അല്ലേ. 10 ഇത്രയും ലിറ്റർ വെള്ളം ഇതിൽ ഉൾക്കൊള്ളൂ കേട്ടോ. ഹൗ മച്ച് മോർ ലിറ്റർ വാട്ടർ കണ്ടെയ്ൻ ഇറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ 3 അതിൻ്റെ മൊത്തത്തിലുള്ള ഹൈറ്റ്. നമ്മളിപ്പോൾ 1 മീറ്ററിൻ്റെ ഭാഗത്ത് കണ്ടുപിടിച്ചു. അപ്പോൾ 3 - 1 2. പിന്നെ ഹൈറ്റായിട്ട് എത്ര എടുക്കണം? 2 എടുക്കുക. 2 മീറ്റർ എടുക്കുക. പിന്നെ ബേസ് ഏരിയ ഒക്കെ ഇത് തന്നെ. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണല്ലോ. അപ്പോൾ ഹൈറ്റിന് പകരം 1 എടുത്തു കൊടുത്ത് നമ്മൾ എന്തെടുത്താൽ മതി? 2 എടുത്താൽ മതി. അപ്പോൾ നമുക്കിവിടെ എന്താണ് ബേസ് ഏരിയ 6√3 എന്ന് കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ വോളിയം എത്ര വരും? 6√3 ഇൻറ്റു 2. 6 2 12 മീറ്റർ ക്യൂബ്. ഇനി 12നെ ഇൻറ്റു 1.732 ചെയ്യുക കേട്ടോ. അപ്പോൾ 1.732 ഇൻറ്റു 12 ചെയ്യുമ്പോൾ 8 4. നമുക്ക് ഇതിനെ മീറ്റർ ക്യൂബ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 1000 ചെയ്യണം അല്ലേ. ലിറ്ററിലേക്ക് മാറ്റാൻ 4 ഇൻറ്റു 1000. ഇത് 3 സ്ഥാനം നീക്കാണ്ട് 1 2 3 ഇതാ ഇവിടെ 3 പ്രൈസ് നീക്കും. അപ്പോൾ 20.784 ഇൻറ്റു 1000. അപ്പോൾ
3 നമ്മൾ എത്ര സ്ഥാനം ഇവിടെ 3 പ്ലേസ് നീക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 പ്ലേസ് മാറ്റുമ്പോൾ അതാ ഇവിടെ വരും അല്ലേ. അപ്പോൾ 1784 ലിറ്റർ വെള്ളം ഇതിൽ ഉൾക്കൊള്ളും. അപ്പോൾ നമുക്ക് ആ റിമൈനിങ് ഭാഗത്ത് കേട്ടോ, ആദ്യം 1 മീറ്ററിൻ്റെ കണ്ടു, പിന്നെ ഇതിൽ ഒഴിഞ്ഞ ഭാഗത്ത് മൊത്തം 3 മീറ്റർ ആണല്ലോ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒഴിഞ്ഞ ഭാഗം എന്ന് പറഞ്ഞത് 1 മീറ്റർ കഴിഞ്ഞാൽ ബാക്കി 2 മീറ്റർ ഹൈറ്റാണ്. അപ്പോൾ അതിൻ്റെ ആ ഭാഗത്ത് ഉൾക്കൊള്ളാവുന്ന വെള്ളത്തിൻ്റെ അളവാണ് 20,784 ലിറ്റർ. അപ്പോൾ അതിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. അതായത് ഒരു സമചതുരാകൃതിയിലുള്ള പ്രശ്നമാണ്. അതിൽ വക്കുകൾ 16 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലേ. 10 മീറ്റർ ഹൈറ്റിൽ വെള്ളമുണ്ട്. വക്കുകളുടെ നീളം 8 സെൻറ്റിമീറ്റർ ആയ സമചതുരക്കെട്ട് ഇതിലിട്ടാൽ എത്ര ഉയരത്തിൽ വെള്ളം പൊങ്ങുമെന്നാണ് ചോദ്യം, ഉയരുമെന്നാണ് ചോദ്യം. അപ്പോൾ വോളിയം ഓഫ് ദ വാട്ടർ ഇൻക്രീസ്ഡ്, എന്താണ് വോളിയം ഓഫ് ദ വാട്ടർ ഇൻക്രീസ്ഡ് ഇസ് ഈക്വൽ ടു എന്താണ് വോളിയം ഓഫ് ദ ക്യൂബ്. വോളിയം ഓഫ് ദ ക്യൂബ്. ഈ ക്യൂബിൻ്റെ വ്യാപ്തം എന്താണോ അത്രയും വെള്ളം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ മുകളിലേക്ക് പൊങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് വോളിയം ഓഫ് ദ വാട്ടർ ഇൻക്രീസ്ഡ്, അതായത് സ്ക്വയറിൻ്റെ വോളിയം എങ്ങനെ കാണാം, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ലേ. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റാണ്. ബേസ് ഏരിയ ഇവിടെ എന്താണ് ബേസ് ഏരിയ അതായത് സ്ക്വയർ ആണ്. അപ്പോൾ 16 എ സ്ക്വയർ ആണ്. അപ്പോൾ 16 ഇൻറ്റു 16 ഇൻറ്റു എച്ച് ആണ്. ഹൈറ്റ് നമുക്ക് അറിയില്ല, സമം നമുക്ക് വോളിയം ഓഫ് ദ ക്യൂബ് 8 ആണെന്ന് പറഞ്ഞിട്ടില്ലേ. 8 ഇൻറ്റു 8 ഇൻറ്റു 8. ഇനി നമുക്ക് ഹൈറ്റ് ആണ് വേണ്ടത്. ഹൈറ്റ് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 8 ഇൻറ്റു ബൈ 16 ഇൻറ്റു 16. 8ൽ 16 2 പ്രാവശ്യം, ഈ 8ഉം 16ഉം 2 പ്രാവശ്യം. അപ്പോൾ 2 ഇൻറ്റു 2 4 എന്ന് കിട്ടിയില്ലേ. ഇവിടെ 8/4. അപ്പോൾ 2 മീറ്ററാണ് ഈ ക്യൂബ് ഇതിലേക്ക് ഇമ്മേഴ്സ് ചെയ്താൽ നമുക്ക് 2 മീറ്റർ ഹൈറ്റിൽ എന്തെങ്കിലും വെള്ളം ഉയർവ്. ജലത്തിൻ്റെ നിരപ്പ് എത്ര ഉയരുന്നല്ലേ. അപ്പോൾ ജലത്തിൻ്റെ നിരപ്പ് 2 സെൻറ്റിമീറ്റർ ഹൈറ്റ് കിട്ടും. എത്ര കിട്ടും 2 മീറ്റർ ആയിരിക്കും കേട്ടോ. 2 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വെള്ളം പൊങ്ങും, വെള്ളം ഉയരുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്ലാസ് വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്ക് യു.